2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ വീണ്ടും കാണാം. എന്നാ ശരി, ബൈ. ഓക്കെ ബൈ, ടാറ്റ. എനിക്ക് തോന്നുന്നത് തിരിച്ചു വരുമ്പോ കുപ്പി ഉണ്ട് ടക്കാമൊക്കെ അടിച്ച് വേറെ വെറൈറ്റി അപ്പോഴത്തേക്ക് ഇറങ്ങി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരുവിധം എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി സ്ട്രൈറ്റ് അപ്പൂസ് ഹൗസ്, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ട് അതും ചെയ്യണം. സോ 2-3 വീട്ടിലും കയറാനുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രൈറ്റ് വീട്ടിൽ പോകും. പോയിട്ട് ബാക്കി പാക്ക് ചെയ്തിട്ട് അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെ 3 മണിക്ക് ഇറങ്ങും. സോ മൈ ഫാമിലി, അച്ഛനുണ്ട്, ഹായ്, അമ്മ ദേ ഇറങ്ങുന്നുണ്ട്. ലെറ്റ്സ് ഗോ. Good morning guys, welcome to my YouTube channel. ഇന്ന് വൺ ഓഫ് ദി കന്നി ദിവസമാണെന്ന്. എൻ്റെ കന്നി ഫ്ലൈറ്റ് ഇന്നാണ് ഗൈസ്. ഞാൻ അപ്പൂസിൻ്റെ കൂടെ 2 മാസം വിസയ്ക്ക് ദുബായിലേക്ക് പോവാണ്. സോ വിസയൊക്കെ റെഡി ആയത് വളരെ അടുപ്പിച്ചായിട്ട്, അതുപോലെ ടിക്കറ്റും. സോ എല്ലാം ഷെടുപടിയെന്നായിരുന്നു, മൊത്തത്തിൽ ഓട്ടമായിരുന്നു. സോ ഇന്ന് പോവാണ്. അപ്പൂസിൻ്റെ വീട്ടിലുള്ള ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ അപ്പൂൻ്റെ പെങ്ങളും ഹസ്ബൻഡുണ്ട്, അമ്മയുണ്ട്. ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, പോയിട്ട് എന്താവുന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും 2 മാസത്തേക്ക് ഞാൻ ദുബായൊക്കെ കണ്ട് പോയിട്ട് വരാം. യെസ്, ഐ വിൽ ബി ഗോയിങ് ടു ദുബായ്. ഉറക്കം ശരിയാക്കില്ല. പെട്ടി ഇങ്ങടക്കൊക്കെ എടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. പെട്ടിയുടെ വെയിറ്റ് കൂടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 20 kg വരെയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വലിയ പെട്ടി 20 ഉണ്ടോ അതിനെക്കാട്ടും മേലെ ആയോ എന്നൊക്കെ ഒരു ഡൗട്ടിൽ ഇങ്ങോട്ട് വന്നതാണ്. സോ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും. എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്കാണ്, ഒരു ഫീലിങ്സും ഇല്ലാത്ത പോലെ ആയിട്ടുണ്ട്. ആകെപ്പാടെ നമുക്കൊരു സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് നല്ല കണ്ടീഷനിലല്ല ഞാൻ ഇട്ടിട്ട് പോകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടമായിട്ടുള്ളത്. കാരണം സൈലൻസ് ഉണ്ടുള്ള നല്ലൊരു സൗണ്ട് അവരെത്തി, കൂടെയുള്ള ആൾക്കാരെത്തി, അവരെ കാണിച്ചു തരാം. വന്നിട്ട് എത്രയുണ്ട്? തിരിച്ചല്ലോ മാതാശ്രീ. ഞാൻ സ്റ്റോൺ ഹാർട്ടറാണ്, കല്ല്. ഏതാ പുതിയ വ്ളോഗർ? ഞാൻ പോവാ. ഇതൊന്നും പറയാനുള്ള ഒന്നും പറയാനില്ല. എയർപോർട്ടിലെത്തി. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ്. എൻ്റെ മനസ്സ് കല്ലാതെ തോന്നുന്നു ഗൈസ്. എനിക്കൊരു ഫീലിങ്സും വരുന്നില്ല. കല്യാണത്തിനും ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും തന്നെ. ഞാൻ കരയുന്നില്ല ഗൈസ്. അമ്മ വന്നല്ലോ, മമ്മിയാകെയാ. ഇവിടുന്ന് കയറിയിട്ട് ഒമാനിലിറങ്ങും. ഒമാനിലിറങ്ങിയിട്ട് പിന്നെ ദുബായ് കണക്ഷൻ ഫ്ലൈറ്റ്. അങ്ങനെയല്ല, കയറാനായാ? കന്നി ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് നേരെ ഒമാനിലിറങ്ങും, ഒമാനിൽ ദുബായ്ക്ക്. ഫ്ലൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ചെവിയിലൊക്കെ പഞ്ഞി വെക്കണം തോന്നല്ലേ, പ്രഷർ വേരിയേഷൻ ഉണ്ടാകും. നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. പോണ്ടേ കരഞ്ഞാ? കണ്ണിൽ വെള്ളം. ടാറ്റാ ഫോണ് മാറ്റിപ്പൊടി. ടാറ്റ പറ. ശരി, അറ്റൻഷൻ വെച്ച് പറയുന്നത്. ബൈ 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 ബൈ. അടി കൂടാണ്ടിരിക്കണ്ടോ?
അടിപൊളിയാണ്ടിരിക്കുന്നു. അടിപൊളി അല്ല പിന്നെ അപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു. ടാറ്റാളിയാ നമുക്ക് നൈറ്റാണ് ഈ അടുത്ത ഫസ്റ്റ് വീക്ക് മാറ്റാൻ പറ്റില്ലേ? ഞാൻ കരയത്തില്ല ടാറ്റാ. അമ്മ എല്ലാരും പോയി. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോഴാണ് പേടിയാവുന്നത്. പേടി തിരിച്ചു പോകണം. അയ്യോ എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ കൊണ്ടുപോകും. ഒന്നുമില്ല, ഞാൻ പോവാ. പഞ്ചായത്തിൽ പോകണം. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് മസ്കറ്റ് എത്തി. മസ്കല്ല ഒമാനോ? ഒമാൻ. അവിടെ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനാണ് എഴുതി വെച്ച്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അറബി പറയുന്നു ഗൈസ്, ഇംഗ്ലീഷ് പറയുന്നില്ല. എന്ത് സന്തോഷം. അയ്യോ ദുബായ്. ഇനി വേണം പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ? സ്റ്റാർട്ട് അവർ ന്യൂ ലൈഫ്. എൻ്റെ രൂപത്തിൽ 2 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു ഇല്ല.